കെമിസ്ട്രി സെക്കൻഡ് ചാപ്റ്ററിലുള്ള പ്രോബ്ലമാണ് നോക്കാം. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ദി സ്പെക്ട്രൽ ലൈൻ. സ്പെക്ട്രൽ ലൈനിൻ്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. വെൻ ഇലക്ട്രോൺ ഇൻ ദി ഹൈഡ്രജൻ ആറ്റം, ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോൺ അണ്ടർഗോ ട്രാൻസിഷൻ, അതായത് അത് അവിടെ നിന്ന് മൂവ് ചെയ്യണം. എവിടെ നിന്ന്? ഫ്രം എനർജി ലെവൽ n=4. n=4 എന്ന് പറയുന്ന എനർജി ലെവലിൽ നിന്ന് n=2 ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്പെക്ട്രൽ ലൈനിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ കാര്യങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് റഫ് ബുക്കിലൊന്ന് ചെയ്ത് നോക്കാം. ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റം എനർജി ലൈറ്റിനെ സ്വീകരിക്കുമ്പോൾ, ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിൽ റിസീവ് ചെയ്യുമ്പോൾ അവരുടെ ഇടയിലുള്ള എനർജി ലെവൽസ്, അതായത് ഇമാജിനറി ആണ്, നമുക്ക് കാണാൻ പറ്റില്ല. n=1, n=2, n=3, n=4, n=5 അങ്ങനെ എറ്റ്സെട്ര മുകളിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഈ എനർജി ലെവൽസിലാണ് എവിടെയൊക്കെയാണ് ഈ പറയുന്ന ഇലക്ട്രോൺസ് സിറ്റുവേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ പറയുന്ന ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ എനർജീനെ വേടിക്കും. ഹയറിൽ നിന്ന് ലോവറിലേക്ക് വരുമ്പോൾ എനർജീനെ കളഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ഈ വേടിക്കുമ്പോഴും കളയുമ്പോഴും ഉണ്ടാവുന്ന ഒരു എനർജീനെ നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെക്ട്രൽ ലൈൻസ് കാണാൻ പറ്റും. ഈ ലൈൻസിനെയാണ് നമ്മൾ സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആറ്റത്തിൻ്റെ. അപ്പോൾ നമുക്ക് ഈ സ്പെക്ട്രൽ ലൈൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. ഇതാണ് റഫായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ട് നമ്മൾ NCERT ലെവലിൽ നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ ഓഫ്ലൈനിലും ഓൺലൈനിലും നമ്മൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നോക്കാം. ഇതിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കണം. നോക്കാം. റെഡ്ബർഗ് ഫോർമുല എന്ന് പറയാം. 1/λ = RH 1/n1² - 1/n2². അപ്പോൾ ഈ ചെറുതിനെ, അതായത് n1 എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള n=4 n=2. അതിൽ ചെറുതിനെ n1 വലുതിനെ n2 എന്ന് എടുക്കുക. ഇനി RH എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, റെഡ്ബർഗ് കോൺസ്റ്റൻ്റ് എന്ന് പറയും. 106977 അങ്ങനെ ഒരു വാല്യൂ ആണ് ഈ റെഡ്ബർഗ് കോൺസ്റ്റൻ്റ്. അത് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ പഠിക്കാനുണ്ട്. ഇതാണ് ആ കോൺസ്റ്റൻ്റ്, റെഡ്ബർഗ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു വാല്യൂ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇത് പഠിക്കണം, ഫ്ലക്സ് ടേബിളിൽ കാണണം, എന്നാലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഇനി 1/λ കാണാം. ലാംഡയാണ് നമ്മുടെ വേവ് ലെങ്ത്. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -1/, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അടിയിൽ വാല്യൂസ് വന്നിട്ടുണ്ട്, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റെഡ്ബർഗ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/2² - 1/4² മൈനസ് ഉണ്ട് ഇവിടെ. അത് ചെയ്യുമ്പോൾ ഇത് 4ഉം ഇത് 16 ആവും. 2² 4² കൊടുക്കുമ്പോൾ 4ഉം 16 ആവും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3/16 കിട്ടും. റെഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഇവിടെ ഇറക്കിയിടുക. ഇത് ചെയ്തതിൻ്റെ ആൻസറാണ് ഇത്. ഇതേ ഇൻറ്റു റെഡ്ബർഗ് കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ്. ആ കിട്ടുന്ന വാല്യൂ 1/λ കാരണം 1/λ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിന് ഇൻവേഴ്സ് എടുക്കുക, അതായത് ലാംഡ കാണുക. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ λ/1. അപ്പോൾ നമുക്ക് ലാംഡ കിട്ടും. അപ്പോൾ ഇതാണ് ആൻസർ. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടും. ഇതാണ് നമ്മുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. വേവ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മളതിനെ 10⁻² മീറ്ററിലാണ് കിട്ടുക. 2ൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 10⁻5 സെൻറ്റിമീറ്ററിലാണ് നമുക്ക് ആൻസർ കിട്ടുക. ഈ സെൻറ്റിമീറ്ററിലുള്ളതിനെ നമ്മൾ മീറ്ററിലേക്ക് ആക്കാൻ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെൻറ്റിമീറ്ററിലുള്ളതിനെ മീറ്റർ ആക്കാൻ വേണ്ടി 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് ആൻസർ 4.8 10⁻5 × 10⁻² ചെയ്തപ്പോൾ 10⁻7 കിട്ടി. ഇത് ഇതുപോലെ തന്നെ ഇവിടെ എഴുതി. ഇനി ഈ മീറ്ററിലുള്ള ഉത്തരത്തിനെ നാനോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് /10⁻9 -9. മീറ്ററിനെ നാനോമീറ്റർ ആക്കാൻ /10⁻9. മീറ്ററിനെ നാനോമീറ്റർ ആക്കാൻ /10⁻9. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണിത്, 486 നാനോമീറ്റർ. അപ്പോൾ ഈ 486 നാനോമീറ്റർ എന്ന് പറയുന്നത് ഏത് റേഞ്ചിലാണ് പറഞ്ഞതെന്നുള്ളത് നമുക്കറിയണം. എന്നാലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ വിച്ച് റീജിയൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഡസ് ദിസ് റേഡിയേഷൻ ഫോൾ? ഇത് ഏത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലാണ് പെടുന്നത്? ഏത് റീജിയനിൽ? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഏത് റീജിയനിലാണ് ഇത് കിടക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതറിയണമെങ്കിൽ നമ്മൾ ഈ ബോക്സ് അറിയണം. അതായത്
N1 2 ആണെങ്കിൽ, അതായത് ഈ റേസ് ഹയർ റേഞ്ചിൽ നിന്ന് സ്മോളായ 2ലേക്കാണ് വരുന്നത്. അങ്ങനെ 2ലേക്ക് വരുന്ന റേസ് ആണെങ്കിൽ അത് സീരീസ് ബാൾമറും റീജിയൻ വിസിബിളുമാണ്. ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടിയവർക്ക്, കറക്റ്റായിട്ട് പഠിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നും കൂടി സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഹയർ ലെവലായിട്ടുള്ള 5, 4, 3, 2 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് എവിടേക്കാണോ ഇത് വരുന്നത്, ഇവിടെ ഹയർ ലെവലിൽ നിന്ന് എല്ലാവരും 2ലേക്കാണ് വന്ന് ചേരുന്നത്. അങ്ങനെ വന്ന് ചേരുന്ന ലൈനാണെങ്കിൽ എവിടെയാണ് അവസാനിക്കുന്നത് നോക്കുക, ആ നമ്പർ നോക്കുക. എവിടേക്കാണ് ഈ റേ വന്ന് പതിക്കുന്നത് നോക്കുക, അതിൻ്റെ നമ്പർ നോക്കുക. ആ നമ്പർ കറസ്പോണ്ടിങ് ഏത് സീരീസിലാണെന്ന് നോക്കുക. ബാൾമർ ആണെങ്കിൽ അത് വിസിബിൾ റീജിയൻ ആണെന്ന് പഠിക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ എക്സൈറ്റഡ് ആയിട്ടുള്ള റേ വന്ന് വീഴുന്നത് 3ലായിരിക്കും. 4, 5, 6 എന്ന് പറയുന്ന ഹയർ ലെവലിൽ നിന്ന് വീഴുന്നത് 3ലേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഇൻഫ്രാറെഡ് ആണ്. 4ലേക്കാണ് വന്ന് വീഴുന്നതെങ്കിൽ 5, 6, 7 അങ്ങോട്ടുള്ള എല്ലാ എന്നിൽ നിന്നും അവസാനം വന്ന് വീഴുന്നത് 4ലേക്കാണെങ്കിൽ അത് ഇൻഫ്രാറെഡ് ആണ്. എന്ന് വെച്ചാൽ ഇത് 9, 8, 7, 6, 5, 4, 3, 2, 1 നമ്മുടെ എല്ലാം വന്ന് വീഴുന്നത് 3ലാന്നല്ലേ പറഞ്ഞത്. സോ 9ൽ നിന്നൊരു റേ വരികയാണെങ്കിൽ, റേ അല്ല നമ്മുടെ ഇത് വരികയാണെങ്കിൽ വീഴുന്നത് 3ലായിരിക്കും. അങ്ങനെ എവിടെ നിന്നായാലും അവരെവിടെയാണ് പതിക്കുന്നത് നോക്കുക. അത് 3ലാണെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല, അത് 3ലാണ് വന്ന് പതിക്കുന്നതെങ്കിൽ അതെന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റീജിയൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ വിസിബിൾ ആണ്, ബാൾമർ ആണ്.